I want to see the sky. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിനകത്ത് സൺ റൂഫ് ഓപ്പൺ ആവും. ഇങ്ങനെ ഒരു വാഹനത്തെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ട് അത് ഏത് വാഹനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. പക്ഷേ ഇപ്പം നമ്മളുള്ളത് ആ ഒരു വാഹനത്തിൻ്റെ കൂടെയല്ല, നേരെ മറിച്ച് നമ്മളുള്ളത് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി ഏറ്റവും അവസാനം പുറത്തിറക്കിയ അവരുടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ റേസ് സ്പെക് ഇൻസ്പയർഡ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന അവരുടെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള ടാറ്റ അൾട്രോസ് റേസറിൻ്റെ കൂടെയാണ് എന്ന് പറയാം. ഒരുപാട് പ്രത്യേകതകൾ പറയാനുള്ളൊരു വാഹനമാണ്. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീഡിയോയിലേക്ക് വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇൻവോൾവ് വണ്ണിനെ കുറിച്ചൊന്ന് സംസാരിക്കാം എന്നുള്ളതാണ്. ഇൻവോൾവ് വൺ എന്ന് പറഞ്ഞാൽ ഒരു എയർ ഫ്രാഗ്രൻ്റ് ആണ്. നമ്മൾ കാറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലുണ്ടാവും. ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്പാർക്ക് എന്ന് പറയുന്ന സ്മെല്ലും അതുപോലെ തന്നെ മസ്ക് എന്ന് പറയുന്ന സ്മെല്ലും. മസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിലെ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് പ്രൊഡക്റ്റുകളിലൊന്നാണ്. അത്രയും ആളുകൾ വിശ്വസിച്ച് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് വാങ്ങി നോക്കുക. നല്ല രസകരമായിട്ടുള്ള സ്മെല്ലുണ്ട് എന്നുള്ളതാണ് ഇൻവോൾവ് കണ്ണുകളുടെ പ്രത്യേകത. അതായത് ഇൻവോൾവ് എന്ന് പറയുന്ന ഈ ഒരു പെർഫ്യൂം, അതായത് ഒരുപാട് ഫ്രാഗ്രൻറ്റ്, സ്പാർക്ക് ഉണ്ട്, മസ്ക് ഉണ്ട്, സിട്രോൺ ഉണ്ട്, സിട്രസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അതെല്ലാം നല്ല രസകരമായിട്ടുള്ള സ്മെല്ലുകളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വാങ്ങി ഉപയോഗിച്ച് നോക്കുക. വാങ്ങിയിട്ട് ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മോശം അഭിപ്രായം പറഞ്ഞ ആളുകൾ നമ്മളിതുവരെ കണ്ടിട്ടില്ല, അതായത് കമൻറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് അത്രയും നല്ല പ്രൊഡക്റ്റുകളാണ്. ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. 3 മാസ കാലയളവ് എന്തായാലും നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റും. വിദേശത്തുള്ള ആളുകൾക്ക് അവിടുത്തെ ആമസോൺ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. റേസ് ഇൻസ്പയർഡ് എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും റേസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം ഓസ്തറ്റിക് ചേഞ്ചസ്, അതുപോലെ തന്നെ പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ട് എൻജിൻ വൈസ് റീട്യൂൺ, സസ്പെൻഷൻ റീട്യൂൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ 2020-ലൊക്കെയാണ് അൾട്രോസ് എന്ന് പറയുന്ന ഒരു ഹാച്ച് പാക്ക് വാഹന വിപണിയിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ ഈ അൾട്രോസ് ഇത് കുറച്ചും കൂടി ഒരു ഹോട്ട് ഹാച്ച് എന്നുള്ള രീതിയിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട എതിരാളി ഒരു പക്ഷേ ഹിൻഡായുടെ i20 അതിൻ്റെ എൻ ലൈൻ എന്ന് പറയുന്ന ആ ഒരു വേരിയൻ്റ് ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതൊക്കെ തന്നെയായിരിക്കും. പണ്ട് ഇതേപോലെ കുറേ ഹോട്ട് വാഹനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, ഉദാഹരണത്തിന് അബാർത്തൊക്കെ പോലെ. അതുപോലെ ഇതാ കുറച്ചുകൂടി പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അവരെ ഇൻട്രസ്റ്റിംഗ് ആക്കി ഉപയോഗിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ അൾട്രോസിൻ്റെ റേസർ എന്ന് പറയുന്ന മോഡൽ വന്നിട്ടുണ്ട്. ഈ മോഡൽ വന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നരേൻ കാർത്തികേയൻ, അതായത് ഇന്ത്യയിലെ ഫസ്റ്റ് ഫോർമുല 1 ഡ്രൈവറായിട്ടുള്ള നരേൻ കാർത്തികേയൻ്റെ ഒരുപാട് ടച്ച് ഈ വാഹനത്തിനകത്തുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഇതിൻ്റെ ആ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലൊക്കെ ടാറ്റ മോട്ടോഴ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതും ടാറ്റ മോട്ടോഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വെള്ള വണ്ടിയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇതിൻ്റെ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ആ ഒരു റെഡ് ടോൺഡ് കളറായിട്ടുള്ള വാഹനങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഒരു ഗ്രേ കളർ, ഇങ്ങനെ 3 കളറുകളിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. 3ഉം ഡ്യുവൽ ടോണുകളാണ് എന്നുള്ളത് കൂടി ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഈ ഭാഗത്തേക്കാണ് കളർ മാറുക, മുകളിലത്തെ ബ്ലാക്ക് എല്ലാത്തിനും കോമൺ ആണ് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബോണറ്റ് സ്ട്രൈപ്സ് കാണാം. ഇതും വൈറ്റ് കളറിലാണ് അവൈലബിൾ. അത് ഏത് കളറിലാണെങ്കിലും വൈറ്റിനകത്ത് മാത്രമേ ഉള്ളൂ. ഇതൊരു സ്റ്റിക്കർ വർക്കാണ്. ഇത് ആക്ച്വലി ഇവിടെ മാത്രമല്ല, ഇതിൻ്റെ ടോപ്പിലേക്കും കയറി നിൽക്കുന്നുണ്ട്. ആ ഒരു സൺറൂഫിൻ്റെ ഭാഗം ഒഴിച്ച് ബാക്കിലേക്കൊക്കെ ആ ഒരു റേസ് ഫ്ലാഗ് സ്റ്റൈലിലേക്ക്, അതായത് ആ ചെക്ക്ഡ് ഫ്ലാഗ് ഉണ്ടല്ലോ, ആ സ്റ്റൈലിലേക്കാണ് ഇത് എൻഡ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഒരു റേസ് ഇൻസ്പയർഡ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി എല്ലാം തന്നെ ഏറെക്കുറെ സെയിം ആണ്, കാര്യമായിട്ടുള്ള മാറ്റങ്ങളില്ല. പ്രധാനമായിട്ടും ഒരു വ്യത്യാസമാണുള്ളത്, നമ്മുടെ ആ ഒരു 3D ടാറ്റ ലോഗോ മാറിയിട്ട് കുറച്ചുകൂടി ഡാർക്ക് തീമിൽ കൊണ്ടുവന്നിരിക്കുന്ന ടാറ്റ ലോഗോ വന്നു. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് 360 ഡിഗ്രി ക്യാമറ വ്യൂ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ചാണ്. ഗ്രില്ല്, അതുപോലെ തന്നെ ഹെഡ് ലാമ്പിൻ്റെ പൊസിഷൻ, അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ, DRL തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും സെയിം ആണ്. ഈവൻ താഴേക്ക് വരുന്ന സമയത്തുള്ള ആ ഒരു ബമ്പർ യൂണിറ്റുകളും സെയിം, ഒരു മാറ്റവും ഫ്രണ്ടിൽ നമുക്ക് വേറെ കാര്യമായിട്ട് പറയാനില്ല എന്നുള്ളതാണ്. ഫ്രണ്ടിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചേഞ്ച് 360 ഡിഗ്രി ക്യാമറ, ബോണറ്റ് സ്ട്രൈപ്സ്, കളർ ടോൺ ഡിഫറൻസ്. സൈഡിലേക്ക് വരുന്ന സമയത്ത് കാര്യമായിട്ട് ഒരു ചേഞ്ചും പറയാനില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ 2 ചേഞ്ചുകൾ പറയാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറയാം. ടാറ്റ അൾട്രോസിൻ്റെ സെയിം സൈഡ് പ്രൊഫൈലിൻ്റെയാണ് 2 ചേഞ്ചില്ല 3 ചേഞ്ച് വേണമെങ്കിൽ പറയാം. ഒന്ന് റിക്വ സെൻസർ, അത് ഡ്രൈവർ സൈഡിൽ മാത്രമാക്കി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ റിക്വ സെൻസർ ഇല്ല എന്നുള്ളതാണ്. 360 ഡിഗ്രി ക്യാമറൻ്റെ ഒരു ഭാഗം ഇവിടെ വന്നിട്ടുണ്ട്. അത് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ആഡ് ഓൺ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയ ഒരു പാറ്റേണിലാണ് അലോയ് വീൽ വന്നിട്ടുള്ളത്. അതായത് പുതിയൊരു ഡാർക്ക് തീമിലാണ് അലോയ് വീൽ വന്നിട്ടുള്ളത് എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ റേസർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങിനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും 4 ആയില്ലേ? 4 ചേഞ്ചുകൾ പറയാനുള്ളതാണ്. ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടർ ലൈൻസ് ഒക്കെ കറക്റ്റാണ്. ഇനി വേണമെങ്കിൽ 5ാമത്തെ ഒരു കാര്യം കൂടി പറയാം. ഈ ഒരു ഭാഗം ചെറിയ ഒരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തു, അതുള്ളതാണോ എന്നറിയില്ല. മറ്റൊരു കാര്യം, ഇവിടെ ഒരു സ്റ്റിക്കർ കാണാം, ലെക്സോൺ ടാറ്റ എന്നുള്ളതാണ്. ഇത് ഈ വണ്ടി വാങ്ങുമ്പോൾ ഇതിനൊപ്പം ഉണ്ടാവില്ല. ഇതിപ്പോൾ ലെക്സോൺ ടാറ്റയുടെ വാഹനം ആയതുകൊണ്ട് ഇവിടെ കൊടുത്തേക്കാണ്. ലെക്സോൺ ടാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ഒരു ഡീലർഷിപ്പ്, നെറ്റ്വർക്ക് ഡീലർഷിപ്പ് എന്ന് പറയാം. ഉപഭോക്താക്കൾക്ക് കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം ടാറ്റ മോട്ടോഴ്സ്
മോട്ടോഴ്സിനെ കുറിച്ച് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുള്ള ആ ഒരു കംപ്ലയിൻസുകളൊക്കെ തീർക്കാൻ ഇവർക്ക് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്നാലും നമ്മൾ ഈ ഒരു വാഹനം റിവ്യൂ ചെയ്യുന്നത് ഇവരുടെ അടുത്ത് നിന്ന് എടുത്തിട്ടാണ്, ഇവരുടെ കോട്ടക്കൽ ഷോറൂം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ടാറ്റ മോട്ടോഴ്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ബന്ധപ്പെടാം. അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, എറണാകുളത്തും മലപ്പുറം ജില്ലയിലും ഒക്കെ ഇത് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. എന്നാലും സൈഡിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഡ്യുവൽ ടോൺ പാറ്റേൺ നമുക്ക് കാണാം. ഒരു കാര്യം കൂടി പറയാം, ഡ്യുവൽ ടോണിനകത്ത് മാത്രമേ ഇത് അവൈലബിൾ ഉള്ളൂ കേട്ടോ. എനിക്ക് സാധാ കളറിൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല, സോറി, ഇല്ല എന്നുള്ളതാണ്. ഇനി ബാക്ക് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും എൻ്റെ കണ്ണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു വലിയ സ്പോയിലറാണെന്ന് പറയാം. കുറച്ചുകൂടി വലിയൊരു സ്പോയിലർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്ത് ചെറിയ ഒരു ആ ഒരു സ്പോർട്ടി എലമെൻറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഷാർക്ക് ഫിൻ ആൻറ്റീന കൊടുത്തിട്ടുണ്ട്. റിയർ വൈപ്പർ ഡീഫോഗർ ലൈൻസും ഒക്കെ കാണാം. ഒന്നും ചേഞ്ച് ഇല്ല. ഇവിടെ വന്നിട്ടുള്ള മറ്റൊരു ചേഞ്ച് അൾട്രോസ് എന്ന് പറയുന്ന ഈ ഒരു ബാഡ്ജ് ഇങ്ങനെ മൊത്തം ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ബ്ലാക്ക്ഡ് ആയിട്ടുള്ള ഒരു തീം ലോഗോ. അപ്പോൾ തന്നെ ഇവിടെ ഐ ടർബോ പ്ലസ് എന്ന് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമുക്കൊരു ഐ ടർബോ വേരിയൻ്റ് ഉണ്ടായിരുന്നു, അതിനേക്കാളും കുറച്ചുകൂടി പ്ലസ് ആണ് ഇതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഐ ടർബോ പ്ലസ് എന്ന് കൊടുത്തത്. ഐ ടർബോ പ്ലസിലേക്ക് വരുന്ന സമയത്തുള്ള പ്ലസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ പവറിൻ്റെ പ്ലസ് ആണ്. അത് ഞാൻ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറയാം. 360 ഡിഗ്രി ക്യാമറൻ്റെ റിവേഴ്സ് ക്യാമറ, അതുപോലെ തന്നെ താഴ്ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡിഫൈസർ ഭാഗം പോലത്തെ ഭാഗങ്ങളൊക്കെ കാണാൻ അതിനകത്ത് റിഫ്ലക്ഷൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സോസ്റ്റ് ഡ്യുവൽ പൈപ്പ്ഡ് എക്സോസ്റ്റ് ആണ്. എക്സോസ്റ്റ് നോട്ടിൻ്റെ കാര്യത്തിലും വ്യത്യാസമുണ്ട്. ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. സ്റ്റാർട്ട് ചെയ്യാം. അടിപൊളി സൗണ്ടാട്ടാ. അടിപൊളി. എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ്. ഈ സൗണ്ടിനെ കുറിച്ച് മാത്രം ഒരു ഹോട്ട് ഹാച്ചിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അത് ഓപ്പൺലി പറയാമല്ലോ. ഇനി നമ്മൾ ബൂട്ട് സ്പേസിലേക്ക് വരികയാണെങ്കിൽ 345 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റിയാണ് ഈ വാഹനത്തിനകത്തുള്ളത്. നല്ല സ്ഥല സൗകര്യം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ബാഗ് ഇരിക്കുന്നുണ്ട്, ഇത്രയും താഴ്ച, ഈ ഒരു ബാഗോളം താഴ്ച താഴേക്ക് ഉണ്ട് എന്നുള്ളതാണ്. ദാറ്റ് ഇസ് നൈസ്. പാർസൽ ട്രേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പിടിക്കാനുള്ള സെറ്റപ്പോ കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ. ഇനി നമ്മളിതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ആ ഒരു ഒറ്റ നോട്ടത്തിൽ എനിക്ക് പെട്ടെന്ന് ആ ഒരു ചേഞ്ചസ് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അതൊന്ന് ആ ഒരു AC വെൻറ്റിൻ്റെ ചുറ്റിലും ഒരു ഫങ്കി ടൈപ്പിലെ ആ ഒരു റെഡ് കളർ കൊടുത്തേക്കുന്നത് നല്ല രസമുണ്ട്. ഇത് മറ്റേ ഇതേപോലെ തന്നെയാണ് ബോഡി കളർ വരുന്നത്. അതിനകത്താണെങ്കിൽ കുറച്ചുകൂടി ബോഡി കളർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ അതിന് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാലും ഒരു ലൈൻ വൈറ്റ് ആൻഡ് ആ ഒരു ഓറഞ്ച് കളറൊക്കെ കൊടുത്തിടും. അത് അതേപോലെ തന്നെ നമ്മുടെ ഗിയർ നോബിൻ്റെ ചുറ്റിലും ആ ഒരു റെഡ് എലമെൻറ്റുകൾ കാണാൻ കഴിയും. ഇനി ഇതിനകത്തേക്ക് കൊടുത്തിരിക്കുന്ന സ്റ്റിച്ചിങ്ങുകളും അതേപോലെ തന്നെയാണ് ആ ഒരു ഓറഞ്ച് ടൈപ്പ്. ഇങ്ങോട്ട് വരാം. ഇതൊരു ഫാബ്രിക് മെറ്റീരിയലാണ്. സാധാ പ്ലാസ്റ്റിക്, എല്ലാം പ്ലാസ്റ്റിക് എലമെൻറ്റാണ്. പവർ വിൻഡോ കൺട്രോൾ, മിററിൻ്റെ കൺട്രോൾ തുടങ്ങിയിട്ടുള്ള ഇതിൽ കാണാം. ഹാർമൻ്റെ മ്യൂസിക് സിസ്റ്റമാണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റമാണ് എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റിയറിംഗ് വീല് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള പോലെ തന്നെ ആ ഒരു 2.0 വന്നിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. പക്ഷേ അതിനകത്തുള്ള ലോഗോ ഡിഫറൻസ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിയാനോ ബ്ലാക്ക് എലമെൻറ്റും ആ ഒരു ഓറഞ്ച് സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസും ഒക്കെ അതിനകത്തുണ്ട്. സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ റിക്ലൈൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. ഇത് വെൻറ്റിലേറ്റഡ് സീറ്റ് കൂടിയാണ്. 3 ലെവൽ വെൻറ്റിലേഷൻ കൂടി ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനകത്ത് അതില്ല എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്തും ചില മാറ്റങ്ങളുണ്ട്. അതൊന്ന് ഈ പുതിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഒരു 10.25 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. അത് നമ്മൾ നേരത്തെ പല മോഡലിനകത്ത് കണ്ടിട്ടുള്ളതാണ്. അത് അതേപോലെ തന്നെയാണ്. ആ ഒരു ചെറിയ ഗ്രീൻ ടച്ചൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വിസിബിളാണ്. അതുപോലെ ടച്ച് റെസ്പോൺസീവ് ആണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പോകണം. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ ഒരു JBL മോഡോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് കഴിഞ്ഞാലും അത്യാവശ്യം നല്ലൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അവിടെ കാണാം. അപ്പോൾ തന്നെ ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഉണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എങ്ങനെ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഡിജിറ്റൽ പാനലുണ്ട്. സൈഡിലും ഡിജിറ്റൽ തന്നെയാണ്. എന്നാൽ നമുക്കത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അനലോഗ് ആണെന്ന് തോന്നുന്ന തരത്തിലാണ് അതിൻ്റെ ക്രമീകരണം എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല റീഡബിളാണ്, വിസിബിളാണ്. അതോടെ സ്പോർട്ട് എന്ന് കാണാം. എപ്പോഴും ഇത് സ്പോർട്ട് മോഡിലാണ്. കാരണം ഈ വാഹനം ഒരു സ്പോർട്ട് വാഹനമാണ് എന്നുള്ളതാണ്. ഈ സെൻട്രൽ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ 2 ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജിങ് പോർട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് ഉണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിനകത്തുള്ളത് എന്നതാണ്. അതും ഒരു 6 സ്പീഡ്, നേരത്തെ തന്നെ 5 സ്പീഡിനെ റീപ്ലേസ് ചെയ്തു. പിന്നെ ഒരു കാര്യം, ഓട്ടോമാറ്റിക്കിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു സങ്കട വാർത്ത, റൈസറിനകത്ത് ഓട്ടോമാറ്റിക് ഇല്ല. ഓൺലി മാനുവലിനകത്ത് മാത്രമേ അവൈലബിൾ ഉള്ളൂ. 3 വേരിയൻറ്റുകളായിട്ട് കിട്ടും. R1, R2, R3. ആൾട്രോസ് റൈസറിനെ നമുക്ക് വേണമെങ്കിൽ ടാറ്റ ആൾട്രോസ് റൈസർ ടാർ 1, ടാർ 2, ടാർ 3 എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആ തരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. 2 കപ്പ് ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ ആംബ്രസ്റ്റിൻ്റെ താഴ്ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ്, ഇതൊക്കെ നേരത്തെ ഉള്ള പോലെ തന്നെയാണ്. അങ്ങനെ കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല. പക്ഷേ ഇവിടെ
ഇതൊന്ന് ബ്ലാക്ക് തീമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഗൺ മെറ്റാലിക് കളർ, പിയാനോ ബ്ലാക്ക് എലമെൻറ്റ്, പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു കാർബൺ ഫൈബർ ടച്ച് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇതൊക്കെ സ്ക്രാച്ച് പ്രൂഫാണ്, എല്ലാം സ്ക്രാച്ച് പ്രൂഫാണ്. ഡാഷ്ബോർഡ് നല്ല വൃത്തിക്ക് ഇരിക്കും, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പൊടി വന്ന് നിൽക്കും. കാരണം നമ്മുടെ നാട് കുറച്ചുകൂടി ഒരു പൊടിയുള്ള പ്രദേശമാണ് എന്നുള്ളത്. ഹെഡ്റൂം ഓക്കെയാണ്, പക്ഷേ സീറ്റ് ഞാൻ ഇപ്പോൾ താഴ്ത്തി വെച്ചേക്കാണ്. സീറ്റ് കുറച്ച് പൊക്കുകയാണെങ്കിൽ തലമുട്ടാൻ സാധ്യതയുണ്ട്. കാരണം സൺ റൂഫ് വന്നുകൊണ്ട് അത് റിയറിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. സീറ്റിംഗ് നല്ലതാണ്, കംഫർട്ടബിൾ ആണ്. വെന്റിലേഷൻ സൗകര്യം വന്നിട്ടുണ്ട് ടോപ്പ് എൻഡിനകത്ത്. പിന്നെ അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ വ്യൂ വന്നു. ഇനി ഇതിനകത്ത് 360 ഡിഗ്രി ക്യാമറ വ്യൂ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കില്ല, ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ. ഓക്കെ, മെനു എടുത്തു. ഓക്കെ, അതിനകത്ത് സറൗണ്ട് വ്യൂ കൊള്ളാം. ഇപ്പോൾ കാണിക്കുന്ന വൈറ്റ് ആണ്, പക്ഷേ അത് എല്ലാത്തിനകത്തും വൈറ്റ് ആണെന്നാണ് തോന്നുന്നത് ഈ വൈറ്റ് കണ്ടിട്ട്. കാരണം ബോണറ്റ് സ്ട്രൈപ്സ് കാണുന്നില്ല, ഇതിനകത്ത് ബോണറ്റ് സ്ട്രൈപ്സ് മിസ്സിംഗ് ആണ്. അപ്പോൾ ഈ വണ്ടിയല്ല ഇതിനകത്ത് കാണിക്കുന്നത്. നല്ല ക്ലാരിറ്റി ഉണ്ട്, അത് ഞാൻ എഗ്രി ചെയ്യുന്നു. 3D വ്യൂ ഉണ്ടോ, നമ്മൾ നിൽക്കുന്ന സ്ഥലമൊക്കെ അവർ ഫെച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ നമീറിൻ്റെ ഭാഗം ഒരു മാസ്ക് ചെയ്തിരുന്നു. നമീറിന് ഇഷ്ടപ്പെട്ടില്ല അവർക്ക് ആണ് തോന്നുന്നു കേട്ടോ. ഓക്കെ, വിസിബിലിറ്റി നല്ലതാണ്. ഇനിയുള്ളത് സൺറൂഫാണ്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വോയിസ് കമാൻഡ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സൺറൂഫാണ്. അല്ലെങ്കിൽ ഇങ്ങനെ നീക്കി ഇവിടെയുള്ള ഈ ബട്ടൺ ഉപയോഗിച്ചും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സൺറൂഫാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ SOS ബട്ടൺ, എമർജൻസി കൺട്രോൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. നൈസ്. ഹെഡ്റൂം ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യമുണ്ട്. ഇവിടെ മിററോ ലാമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ മിറർ മാത്രം കൊടുത്തിട്ടുണ്ട്. ലാമ്പ് കൊടുത്തേക്കുന്നത് ഇവിടെയാണ്. കൊള്ളാം. മെറ്റീരിയലിൻ്റെ ആ ഒരു കളർ ടോണൊക്കെ നല്ല ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക്, അതുകൂടി പറയാം. ഇനി സീറ്റിൻ്റെ ഇവിടെയും ആ ഒരു 3 ലൈൻസ്, പിന്നെ അതുപോലെ തന്നെ റേസർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഹെഡ് റെസ്റ്റിനകത്ത് ഒക്കെ കൊടുത്തിട്ടുണ്ട്. റിയറിലേക്ക് കയറുന്ന സമയത്ത് 2 കോമൺ എലമെൻറ്റുകളെ കുറിച്ച് പറയാം. ഒന്ന് ഡോറ്. ഇതിൻ്റെ സിബിലിങ്ങിന് ഇങ്ങനത്തെ ഒരു ഡോറ് വന്നായിരുന്നു, പുള്ളി ഇപ്പോൾ അത് മാറ്റിയിട്ട് പുതിയത് വന്നിട്ടുണ്ട്. പക്ഷേ പുള്ളി ഇപ്പോഴും ഇതേപോലെ തന്നെയാണ് നമ്മൾ തുറക്കുന്നത്. മറ്റൊരു കാര്യം, ഇതിൻ്റെ എല്ലാ ഡോറുകളും 90 ഡിഗ്രി തുറക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇങ്ങനെ തുറക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കിതിനകത്ത് കയറാം, ഈസി ആയിട്ട് ഇതിനകത്ത് നിന്ന് ഇറങ്ങാം, സാധനങ്ങളൊക്കെ കയറ്റണമെങ്കിലും വളരെ എളുപ്പമാണ്. അങ്ങനെ തുടങ്ങിയിട്ട് കുറച്ച് അഡ്വാൻറ്റേജുകളുണ്ട്. എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ പ്രശ്നം കൂടിയുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അത്ര നീളമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഡോർ അടക്കൽ ഇങ്ങനെ കൈ പുറത്തേക്ക് ഇട്ട് തുറന്ന് പിടിച്ച് അടക്കേണ്ടി വരും എന്നുള്ളൊരു ചെറിയ പ്രശ്നം കൊണ്ട്. അത് വലിയ പ്രശ്നമൊന്നുമില്ല, വേണമെങ്കിൽ എടുത്ത് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പിയാനോ ബ്ലാക്ക് എലമെൻ്റ് ആട്ടോ ഡോർ ഹാൻഡിൽസൊക്കെ സ്ക്രാച്ച് ഒഴിവാകാം എന്നുള്ളതാണ് അത് വെച്ചുകൊണ്ടുള്ള ഗുണം. ഇതിന് മറ്റൊരു കാര്യം, 6 എയർ ബാഗുകൾ ഇതിനകത്തുണ്ട്. അങ്ങനത്തെ കുറച്ച് പ്രത്യേകതകളുണ്ട്, അതുകൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടതാണ്. അപ്പോൾ ഞാൻ കുറച്ച് കൂടെ നീങ്ങിയിരിക്കാൻ എന്നാൽ എനിക്ക് കറക്റ്റ് കാണുള്ളൂ, കാരണം ആ ഭാഗത്താണ് സണ്ണുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ സീറ്റ് വേണമെങ്കിൽ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് ഇടാം, കുഴപ്പമൊന്നുമില്ല. ലെഗ് റൂം ഉണ്ട്. എനിക്കൊരു ഈ സീറ്റ് കുറച്ചുകൂടി മുന്നിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് കറക്റ്റ് കാണിക്കാൻ പറ്റും. ഈ സീറ്റ് കറക്റ്റ് പൊസിഷനിലാണ് ഉണ്ടോ. ഒരു 2 വിരലിൻ്റെ ഗ്യാപ്പ് എനിക്കിവിടെ ഉണ്ട് എന്നുള്ളതാണ്, അത് ഓക്കെയാണ്. മറ്റൊരു കാര്യം, ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാലും തല എനിക്ക് മുട്ടുന്നില്ല. ഞാൻ നീർന്നിരുന്ന് കഴിഞ്ഞാലും തട്ടുന്നില്ല, ഒരു വിരലിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. ബാക്കിൽ എനിക്ക് തല മുട്ടുന്ന പ്രശ്നമില്ല. പക്ഷേ ഞാനിപ്പോൾ കയറി ഇരിക്കുന്നത് ഈ ഉയരത്തിലാണ്. അവിടെ ഞാൻ താഴേക്ക് ഇറങ്ങിയിരിക്കാം. ഇവിടെ ഞാൻ ഇതുവരെ ഇരുന്നിരുന്നത് കണ്ടോ. യെസ്, 6 ഫീറ്റ് ആൾക്കും ഇരിക്കാൻ പറ്റുന്ന തരത്തിലാണ് കൊടുത്തേക്കുന്നത്. ദാറ്റ് ഈസ് നൈസ്. ലെതർ സീറ്റുകളാണ്. ലൈൻസും കാര്യങ്ങളൊക്കെ ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. ആംബ്രസ്റ്റ്, അതിനകത്ത് കപ്പ് ഹോൾഡർ മിസ്സിംഗ് ആണ്, നോ കപ്പ് ഹോൾഡർ. റിയറിൽ AC വെൻറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ USB പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യം. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ഹെഡ് റൂം കുറച്ച് കുറഞ്ഞ പോലെ തോന്നുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. ഇനിയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. എപ്പോഴും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത്. ഈ വാഹനത്തിൻ്റെ ഹൃദയത്തിന് ഒരു ചെറിയ ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ നേരത്തെ നെക്സോണിൽ കണ്ടിട്ടുള്ള ചേഞ്ചാണ്. അതായത് നെക്സോണിൽ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ചേഞ്ചാണ്. അതാണ് ഈ വാഹനത്തിൻ്റെ എൻജിൻ. ഒരു 1.2 ലിറ്റർ ടെർബോ പെട്രോൾ എൻജിൻ, 120 PS പവറും 170 Nm ടോർക്കും ഇത് ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ നെക്സോണിൽ കണ്ട എൻജിൻ തന്നെയാണ്, പക്ഷേ അത് കുറച്ചുകൂടി ട്യൂൺ ചെയ്ത് അൾട്രോസിന് വേണ്ടി പാകപ്പെടുത്തി ഇതിനകത്തേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ചില ചേഞ്ചുകളും ഇവർ വരുത്തിയിട്ടുണ്ടായിരിക്കും. കാരണം രണ്ടിൻ്റെയും എൻജിൻ ബേ ഡിഫറൻ്റ് ആണ്. അപ്പം അങ്ങനെ ഒരു തരത്തിലാണ് ഇത് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നാലാണ്. 11.6 സെക്കൻഡ് കൊണ്ട് 0 to 100 ടച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. അതെങ്ങനെയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്ത സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓട്ടോമാറ്റിക്കിനകത്തില്ല എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഡീസലിനകത്തും ഇത് അവൈലബിൾ അല്ല. മറ്റൊരു കാര്യം, ഇനി നിങ്ങൾക്ക് ടെർബോ പെട്രോൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഏക ഓപ്ഷൻ അൾട്രോസ് റേസർ മാത്രമായിരിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത കൂടി. ബിൽഡ് ക്വാളിറ്റി ആസ് യൂഷ്വൽ ടാറ്റ.
വളരെ മികച്ചതാണ്. അതുപോലെ തന്നെ ഗ്ലോബൽ എൻക്യാപ് റേറ്റിംഗ് ഒക്കെ 5 സ്റ്റാറാണ്. അതൊക്കെ നമുക്ക് അറിയുന്നൊരു കാര്യമാണ്. സേഫ്റ്റിനെ കുറിച്ച് ഒന്നുകൂടി അഡീഷണൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഗ്ലോബൽ എൻക്യാപ് റേറ്റിംഗ് ഒരു പ്ലസ് പോയിൻ്റ് ആണ് എന്നുള്ളതാണ്. നമ്മളതിനെ അങ്ങനെയാണ് കാണാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതൊന്ന് റൈഡ് ചെയ്ത് നോക്കാം. മറ്റൊരു കാര്യം 9.4 ലാക്ക് മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ വൃത്തിയായിട്ടുള്ള ധാരാളം എലമെൻറ്റുകൾ ഇതിനകത്തുണ്ട്. അതിന് വൃത്തിയായിട്ടുള്ള ഒരു ഡ്രൈവ് പെർഫോമൻസുമാണ് ഈ വാഹനത്തിനകത്തുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ ടാറ്റ ആൾട്രോസ് റേസർ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അതിന് മുമ്പ് 2 കാര്യം പറയാം. ഒന്ന് പ്രൈസ് 9,49,000 ഇത് സ്റ്റാർട്ടിങ്. 10,49,000, 10,99,000 അങ്ങനത്തെ ഒരു പ്രൈസിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം ഓക്കെ ആണെന്ന് വേണമെങ്കിൽ നമുക്കിത് പറയാം എന്നുള്ളതാണ്. വേണമെങ്കിലല്ല, ഓക്കെ ആണെന്ന് പറയാം. മറ്റൊരു കാര്യം മൈലേജാണ്. 17 മുതൽ 18 വരെയാണ് ഇതിന് മൈലേജ് കിട്ടുക എന്നുള്ളതാണ്. ഡീസലിനകത്ത് അവൈലബിൾ അല്ല, ഓട്ടോമാറ്റിക്കിനകത്ത് അവൈലബിൾ അല്ല എന്നുള്ള മറ്റ് 2 പ്രത്യേകതകൾ കൂടി ഇതിനകത്തുണ്ട്. അതായത് ആൾട്രോസ് റേസറിലേക്ക് വരുമ്പോൾ ഒരു ടർബോ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത് എന്നുള്ളതാണ്. ഇനി ആദ്യം നോക്കേണ്ട ഒരു കാര്യം, ഇതൊരു പെർഫോമൻസ് ഹോട്ട് ഹാച്ച് എന്നാണ് പറയുന്നത്. കമ്പനി അവകാശപ്പെടുന്നത് 11.3 സെക്കൻഡ് കൊണ്ട് 0 to 100 ടച്ച് ചെയ്യുന്നതാണ്. നമുക്ക് എത്ര കിട്ടുമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ബാക്കിൽ നമീർ ടൈം നോക്കുന്നുണ്ട് ആസ് യൂഷ്വൽ. എപ്പോഴും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്കിവിടെ റണ്ണിങ്ങിലും കാണിക്കും. ഞാനിതിൻ്റെ 0 to 100 എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് നോക്കാൻ പോകണം. റെഡി. MT റോഡാണ്, പുതിയ ഹൈവേ ആണ്. ആരും ഇല്ല കാര്യമായിട്ട്, വിസിറ്റേഴ്സ് മാത്രമാണുള്ളത്. മീൻസ് ആകെ 1-2 ആൾക്കാരാണുള്ളത്. റെഡി, 1 2 3 സ്റ്റാർട്ട്. 60, 70, 80 കഴിഞ്ഞു, 90, യെസ് 100, 11.3. യെസ്, കമ്പനി പറഞ്ഞ അതേ ഇതിൽ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. 11 മിനിറ്റും 3 സെക്കൻഡും എടുത്ത് നമ്മൾ 0 to 100 ടച്ച് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ്. അതിന് കാരണം വെച്ചാൽ റോഡ് അത്യാവശ്യം നല്ലതാണ് എന്നുള്ളതാണ്, വേറെ റീസണൊന്നുമല്ല. അപ്പം അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനം എന്ന് പറയാം. ക്ലച്ച് അത് ഭയങ്കര ലൈറ്റാണ്. എനിക്ക് തോന്നുന്നു സ്റ്റിയറിങ്ങും ക്ലച്ചും കൂടി കമ്പയർ ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ഭയങ്കര ലൈറ്റാണ്. നല്ല പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് സ്റ്റിയറിംഗ് കുറച്ചൊന്ന് ടഫ് ആവുന്നുണ്ട്. അത് ആക്ച്വലി നൈസ്. വേണമെങ്കിൽ ഇതൊരു പെർഫോമൻസ് സ്റ്റിയറിംഗ് വീൽ ആക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്ക് വേണമെങ്കിൽ പറയാം, വെറുതെ ഒരു രസമല്ല. പിന്നെ സ്പോർട്ട് മോഡിനകത്ത് മാത്രമേ ഉള്ളൂ. സിറ്റി മോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വേണമെങ്കിൽ കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് എൻ്റെ പേഴ്സണൽ ചോയ്സാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളൊരു സ്പോർട്ട് മോഡിൽ ഒരു പക്ഷേ ഡ്രൈവ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം നമ്മൾ എപ്പോഴും ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിനിടയിലേക്കാണ് ഓടാറുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് അല്ലേ ഒരു സിറ്റി മോഡ് കൂടി കൊടുക്കായിരുന്നു എന്നൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു അഭിപ്രായം എനിക്കുണ്ട്. മറ്റു കാര്യം സസ്പെൻഷൻ അത്യാവശ്യം നല്ലൊരു സസ്പെൻഷനാണ്, കുറച്ചൊരു 40 ആണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തെ വെൽ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കുറച്ചൊരു റിച്ച് ആയിട്ടുള്ളൊരു സസ്പെൻഷൻ എന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ ഹൈവേ നിന്ന് പുറത്തിറങ്ങാം, എന്നിട്ട് ഡെയിലി ട്രാഫിക്കിൽ എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് നോക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓക്കെ ആട്ടോ ഈ മാനുവൽ ട്രാൻസ്മിഷൻ്റെ കേസിൽ. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന മാനുവലാണ്, എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം മാനുവലാണ്. പക്ഷേ നല്ലൊരു ടോപ്പ് സ്പെക്ക് ഗിയർ ബോക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഓട്ടോമാറ്റിക് ഉണ്ടെങ്കിൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട്. കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാർ പുതിയ ലൈഫ് സ്റ്റൈലിനകത്ത് ഓട്ടോമാറ്റിക്കിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ട്രാഫിക്കൊക്കെ കൂടി വരികയല്ലേ. അപ്പോൾ നമ്മളൊരു കുറച്ചൊരു ഉൾ റോട്ടിലേക്ക് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ ക്രൂസ് ചെയ്യാൻ സാധ്യതയുള്ള റോഡുകൾ, ബമ്പും അതുപോലെ തന്നെ കർവുകളും ചെറിയ ട്രാഫിക്കും ഒക്കെ ആയിട്ടുള്ളൊരു സെറ്റപ്പ്. സസ്പെൻഷൻ ഓക്കെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല ഇതൊരു സസ്പെൻഷൻ. പിന്നെ മറ്റൊരു കാര്യം, ലോ എൻഡ് നല്ലതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഭയങ്കര ലോ എൻഡിൽ നമ്മൾ ഭയങ്കരമായിട്ട് കൊണ്ടുവരുന്ന സമയത്താണെങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഭയങ്കരമായിട്ട് ലോ എൻഡ് പോയി കഴിഞ്ഞാൽ ചെറിയൊരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ വല്ലാണ്ട് ലോ എൻഡിൽ ഗിയർ മാറ്റാതെ കൊണ്ടുപോകാതാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന് ക്ലച്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ആ ക്ലച്ച് അത്ര സ്മൂത്ത് ആവാണ്ടായ ഒരു കാരണം കൂടിയുണ്ട്. കാരണം ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈഡ്രോളിക് ക്ലച്ചുകളാണ് എന്നുള്ളതാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ക്ലച്ച്, ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാൻ, ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളൊരു ക്ലച്ച്. പിന്നെ വാഹനം മൊത്തം അതായത് ഇപ്പം ലുക്ക് വൈസ് അതുപോലെ തന്നെ പെർഫോമൻസ് വൈസ് ഞാൻ ഭയങ്കര ഹാപ്പി. ഇനി ഈ സ്ട്രൈപ്സ് എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ളതൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം, ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കാം. അപ്പോൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അത് പറിച്ച് കളയാൻ തോന്നുന്നു. കാരണം അതൊരു സ്റ്റിക്കർ വർക്ക് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഡ്രൈവിൻ്റെ കാര്യത്തിൽ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ലോ എൻഡ് ഉള്ള അത്യാവശ്യം നല്ല പെർഫോമൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന, ഞാൻ നേരത്തെ ഏകദേശം 130, 140 വരെയൊക്കെ ക്രൂസ് ചെയ്ത് നോക്കി. MT ഹൈവേയിലാണ്. അപ്പോൾ അതിലൊന്നും വലിയ പ്രശ്നങ്ങളില്ല, വൈബ്രേഷൻ ഇല്ല, ബോഡി റോളുകൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളില്ല. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സേഫാണ്. ഒരു കർബ് ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, ലൈക്ക് ഗ്രൗണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നല്ലൊരു ഹാച്ച് പാക്ക്, അതും കുറച്ചൊരു ഹോട്ടി ഹാച്ച് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു നല്ലൊരു ഹാച്ച് പാക്ക് ആയിട്ടാണ് എനിക്ക് ടാറ്റ ആൾട്രോസ് റേസറിനെ തോന്നിയത്. നമ്മളിതിനെ ടാർ 1, ടാർ 2 എന്ന് കാറ്റഗറൈസ് ചെയ്തിരുന്നു. അതിൻ്റെ 3 പ്രൈസുകളും നമ്മൾ പറഞ്ഞു. R1, R2, R3 എന്ന് പറയുന്നതിൻ്റെ ഓരോ വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഓരോരോ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ
പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് വെന്റിലേഷൻ കാണാനില്ല. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് വെന്റിലേഷൻ വരും. അങ്ങനെ ചില ഫീച്ചേഴ്സ് എക്സ്ട്രാ വരുന്നുണ്ട്. അതൊന്നും ഇപ്പം നിലവിൽ എനിക്ക് അവൈലബിൾ ആയിട്ടില്ല. അത് അവൈലബിൾ ആവുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു വേരിയൻ്റ് വൈസ് കമ്പാരിസൺ ഒക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏറ്റവും പുതിയ ആൾട്രോസ് റൈസർ എന്ന് പറയുന്ന മോഡൽ. നന്നായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പെർഫോമൻസ് വാഹനം എന്നാണ് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.